രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം. ശലോമോനെ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ച്, ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരു ആലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എൻ്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എൻ്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ വേലക്കാർക്കും നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം. സീദോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹീരാം ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത് യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചതെന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം. എൻ്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചെങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എൻ്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എൻ്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാം ശലോമോന് ദേവദാരുവും സരളമരവും അതിൻ്റെ ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു വന്നു. ശലോമോൻ ഹീരാമിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത് എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അരുളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു. ശലോമോൻ രാജാവ് ഇസ്രയേലിൽ നിന്നൊക്കെയും ഊഴിയ വേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയ വേലക്കാർ 30,000 പേരായിരുന്നു. അവൻ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അവർ 1 മാസം ലെബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അദോനിയാം ഊഴിയ വേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരെ ഒഴികെ ശലോമോന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ലുവെട്ടി. ശലോമോൻ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗബാലിരും ആലയ പണിക്കായി മരവും കല്ലും ചെത്തിയൊരുക്കി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന് മുഖമണ്ഡപം ആലയ വീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിന് മുൻവശത്ത് 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിന്റെ ജാലം ഇണക്കിയ കിളിവാതിലുകളെയും ഉണ്ടാക്കി. മന്ദിരവും അന്തർന്ന മന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിത് അവയിൽ ചുറ്റും അറകളുമുണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും 3-ാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയഭിത്തികളിൽ അകത്തു ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന് ചുറ്റും പുറമേ ഗളം പണിതു. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റുക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ പുറവാരത്തിന്റെ വാതിൽ ആലയത്തിന് വലത്തുഭാഗത്തായിരുന്നു. ചുഴൽ കോവണിയിൽ കൂടി നടുവിലെ പുറവാരത്തിലേക്കും നടുവിലത്തേതിൽ നിന്ന് 3-ാമത്തെ പുറവാരത്തിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണിതു തീർത്തു. ദേവദാരു തുലാങ്ങളും ദേവദാരു പലകകളും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു. ആലയത്തിന്റെ ചുറ്റുമുള്ള തട്ടുകൾ 5 മുഴം ഉയരത്തിൽ അവൻ പണിത് ദേവദാരു തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ഇണച്ചു. ശലോമോന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പണിയുന്ന ഈ ആലയമുണ്ടല്ലോ, നീ എൻ്റെ ചട്ടങ്ങളെ ആചരിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും.
എൻ്റെ ജനമായ ഇസ്രയേലിനെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണിതു തീർത്തു. അവൻ ആലയത്തിൻ്റെ ചുവർ അകത്തെ വശം ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെ അവർ ആലയത്തിൻ്റെ നിലം മുതൽ മച്ചുവരെ അകത്തെ വശം മരം കൊണ്ട് നിറച്ചു. ആലയത്തിൻ്റെ നിലം ശരളപ്പലക കൊണ്ട് തളമിട്ടു. ആലയത്തിൻ്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരു പലക കൊണ്ട് പണിതു. ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉൾവശം പണിതത്. അന്തർഭ മന്ദിരത്തിൻ്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിൻ്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴുകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണിയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ല് അശേഷം കാൺമാനുണ്ടായിരുന്നില്ല. ആലയത്തിൻ്റെ അകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം വെക്കേണ്ടതിന് അവനൊരു അന്തർമന്ദിരം ചമച്ചു. അന്തർമന്ദിരത്തിൻ്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു മരം കൊണ്ടുള്ള ധൂപപീഠവും പൊതിഞ്ഞു. ആലയത്തിൻ്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൻ്റെ മുൻവശത്ത് വിലങ്ങത്തിൻ പൊൻചങ്ങല കൊടുത്തി അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അവൻ ആലയം ആ ശകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിനുള്ള പീഠവും മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൽ അവൻ ഒലിവുമരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയും ഉണ്ടാക്കി. ഒരു കെരൂബിൻ്റെ ഒരു ചിറക് 5 മുഴം, കെരൂബിൻ്റെ മറ്റേ ചിറക് 5 മുഴം. ഇങ്ങനെ ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ 10 മുഴം. മറ്റേ കെരൂബിനും 10 മുഴം. കെരൂബ് രണ്ടിനും അളവും ആകൃതിയും ഒന്നു തന്നെ. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം, മറ്റേ കെരൂബിൻ്റെ അങ്ങനെ തന്നെ. അവൻ കെരൂബുകളെ അന്തരാലയത്തിൻ്റെ നടുവിൽ നിർത്തി. കെരൂബുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിൻ്റെ ചിറക് ഒരു ചുവരോട് മറ്റേതിൻ്റെ ചിറക് മറ്റേ ചുവരോടും തൊട്ടിരുന്നു. ആലയത്തിൻ്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നോടൊന്ന് തൊട്ടിരുന്നു. കെരൂബുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ ചുവരിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിൻ്റെ വാതിലിന് ഒലിവുമരം കൊണ്ട് കതക് ഉണ്ടാക്കി. കുറുമ്പടിയും കട്ടളക്കാലും ചുവരിൻ്റെ അഞ്ചിൽ ഒരംശമായിരുന്നു. ഒലിവുമരം കൊണ്ടുള്ള കതക് രണ്ടിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു. കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്നു പൊതിഞ്ഞു. അവണ്ണം തന്നെ അവൻ മന്ദിരത്തിൻ്റെ വാതിലിനും ഒലിവുമരം കൊണ്ടുള്ള കട്ടളയുണ്ടാക്കി. അത് ചുവരിൻ്റെ 4 ഒരംശമായിരുന്നു. അതിൻ്റെ കതക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്കുപാളിയും മറ്റേ കതകിന് 2 മടക്കുപാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങളെ കൊത്തി രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു. അവനകത്തെ പ്രാകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരുകൊണ്ട് 1 വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് സീവ് മാസത്തിൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ ബൂൽ മാസത്തിൽ ആലയം അതിൻ്റെ സകല ഭാഗങ്ങളുമായി അതിൻ്റെ മാതൃക പ്രകാരമൊക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണിതു തീർത്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം. ശലോമോൻ തൻ്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിത് അരമനപ്പണി മുഴുവനും തീർത്തു. അവൻ ലെബാനോൻ വനഗ്രഹവും പണിതു. അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ചു പണിതു. ഓരോ നിലയിൽ 15 തൂണ് വീതം 45 തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര കിളിവാതിൽ ഉണ്ടായിരുന്നു. 3 നിരയിലും അവ നേർക്കുനേരെ ആയിരുന്നു. വാതിലും കട്ടളയും എല്ലാം സമചതുരവും കിളിവാതിൽ 3 നിരയായി നേർക്കുനേരെയും ആയിരുന്നു. അവൻ 50 മുഴം നീളവും 30 മുഴവും വീതിയും ഉള്ള ഒരു സ്തംഭമണ്ഡപവും അതിൻ്റെ മുൻവശത്ത് തൂണും ഒമ്മരപ്പടിയുമായൊരു പൂമുഖവും ഉണ്ടാക്കി. ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപവും പണിതു. അതിന് ആ സകലം ദേവദാരു പലക കൊണ്ട് അടിത്തട്ടിട്ടു. ഇതിൻ്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു. ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു.
ഇവയൊക്കെയും അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പുറത്തെ വലിയ പ്രാകാരം വരെയും തോതിന് വെട്ടി അകവും പുറവും ഈർച്ചവാൾ കൊണ്ട് അറുത്തെടുത്ത് വിശേഷപ്പെട്ട കല്ലുകൊണ്ടായിരുന്നു. അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ടും ആയിരുന്നു. മേൽപ്പണി തോതിന് വെട്ടിയ വിശേഷപ്പെട്ട കല്ലുകൊണ്ടും ദേവദാരുകൊണ്ടും ആയിരുന്നു. യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിനും ആലയത്തിന്റെ മണ്ഡപത്തിനും ഉണ്ടായിരുന്നതുപോലെ വലിയ പ്രാകാരത്തിന്റെ ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരുവും ഉണ്ടായിരുന്നു. ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീരാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ അപ്പനോ സോരിനായ ഒരു മൂശാരി അത്രേ. അവൻ താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവുമുള്ളവനായിരുന്നു. അവൻ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്ന് അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു. അവൻ 2 താമ്രസ്തംഭം ഉണ്ടാക്കി. ഓരോന്നിന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് 2 പോതിക വാർത്തുണ്ടാക്കി. പോതിക ഓരോന്നും 5 മുഴം ഉയരമുള്ളതായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതികയ്ക്ക് വല പോലെയുള്ള വിചിത്ര പണിയും മാലയും ഉണ്ടായിരുന്നു. പോതിക ഓരോന്നിനും ഇങ്ങനെ 7 ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവയ്ക്ക് തലയ്ക്കലുള്ള പോതിക മൂടത്തക്കവണ്ണം ഒരു പോതികയുടെ വലപ്പണിക്ക് മീതെ 2 വരി മാതളപ്പഴമുണ്ടാക്കി. മറ്റേ പോതികയ്ക്കും അവൻ അങ്ങനെ തന്നെ ഉണ്ടാക്കി. മണ്ഡപത്തിലുള്ള സ്തംഭങ്ങളുടെ തലയ്ക്കലെ പോതിക താമരപ്പൂവിന്റെ ആകൃതിയിൽ 4 മുഴമായിരുന്നു. 2 സ്തംഭങ്ങളുടെയും തലയ്ക്കൽ പോതിക ഉണ്ടായിരുന്നു. അവൻ ഒരു പോതികയ്ക്ക് വലപ്പണിക്കരികെ കുംഭത്തോട് ചേർന്ന് ചുറ്റും വരിവരിയായി 200 മാതളപ്പഴമുണ്ടായിരുന്നു. മറ്റേ പോതികയ്ക്കും അങ്ങനെ തന്നെ. അവൻ സ്തംഭങ്ങളുടെ മന്ദിരത്തിന്റെ മണ്ഡപവാതിൽക്കൽ നിർത്തി. അവൻ വലത്തെ സ്തംഭം നിർത്തി അതിന് യാഗീർ എന്നും ഇടത്തെ സ്തംഭം നിർത്തി അതിന് ബോവസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ അഗ്രം താമരപ്പൂവിന്റെ ആകൃതിയിലായിരുന്നു. ഇങ്ങനെ സ്തംഭങ്ങളുടെ പണി തീർന്നു. അവനൊരു കടൽ വാർത്തുണ്ടാക്കി. അത് വൃത്താകാരമായിരുന്നു. അതിന് വക്കോട് വക്ക് 10 മുഴവും ഉയരം 5 മുഴം ചുറ്റും 30 മുഴം നൂലളവും ഉണ്ടായിരുന്നു. അതിൻ്റെ വാക്കിന് താഴെ പുറത്ത് മുഴം 1-ന് 10 കുമിഴ് വീതം കടലിന് ചുറ്റും ഉണ്ടായിരുന്നു. അത് വാർത്തപ്പോൾ തന്നെ കുമിഴും 2 നിരയായി വാർത്തിരുന്നു. അത് 12 കാളയുടെ പുറത്തു വെച്ചിരുന്നു. അവയിൽ 3 വടക്കോട്ട്, 3 പടിഞ്ഞാറോട്ടും, 3 തെക്കോട്ടും, 3 കിഴക്കോട്ടും തിരിച്ചിരുന്നു. കടൽ അവയുടെ പുറത്തു വെച്ചിരുന്നു. അവയുടെ പൃഷ്ഠഭാഗമൊക്കെ അകത്തോട്ട് ആയിരുന്നു. അതിൻ്റെ കനം 4 അംഗുലം. അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെ വക്ക് പോലെ താമരപ്പൂവിൻ്റെ ആകൃതിയിലായിരുന്നു. അതിൽ 2000 ബത്ത് വെള്ളം കൊള്ളും. അവൻ താമ്രം കൊണ്ട് 10 പീഠമുണ്ടാക്കി. ഓരോ പീഠത്തിന് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പീഠങ്ങളുടെ പണി എങ്ങനെയെന്നാൽ അവയ്ക്ക് ചട്ടപ്പലകയുണ്ടായിരുന്നു. ചട്ടപ്പലക ചട്ടങ്ങളിലായിരുന്നു. ചട്ടങ്ങളിൽ ഇട്ടിരുന്ന പലകമേൽ സിംഹങ്ങളും കാളകളും കെരൂബുകളും ഉണ്ടായിരുന്നു. ചട്ടങ്ങളിൽ ഔവണ്ണം സിംഹങ്ങളും കാളകൾക്കും മീതെ താഴെയും തോരണപ്പണിയും ഉണ്ടായിരുന്നു. ഓരോ പീഠത്തിനും താമ്രം കൊണ്ടുള്ള 4 ചക്രവും താമ്രം കൊണ്ടുള്ള അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ 4 കോണിലും കാലുകളുണ്ടായിരുന്നു. തൊട്ടിയുടെ കീഴെ കാൽ ഓരോന്നിനും പുറവശത്ത് തോരണപ്പണിയോടുകൂടെ ആയിരുന്നു. അതിൻ്റെ വായ് ചട്ടക്കൂട്ടിന് അകത്തും മേലോട്ടും 1 മുഴം ഉയരമുള്ളതുമായിരുന്നു. അതിൻ്റെ വായ് പീഠത്തിൻ്റെ പണി പോലെ 1.5 മുഴം വൃത്തത്തിലും ആയിരുന്നു. അതിൻ്റെ വായ്ക്ക് കൊത്തുപണിയുണ്ടായിരുന്നു. അതിൻ്റെ ചട്ടപ്പലക വൃത്താകാരമല്ല, ചതുരശ്രം ആയിരുന്നു. ചക്രം 4 ചട്ടങ്ങളുടെ കീഴും ചക്രങ്ങളുടെ അച്ചുതണ്ടുകൾ പീഠത്തിലുമായിരുന്നു. ഓരോ ചക്രത്തിൻ്റെ ഉയരം 1.5 മുഴം. ചക്രങ്ങളുടെ പണി രഥചക്രത്തിൻ്റെ പണി പോലെയായിരുന്നു. അവയുടെ അച്ചുതണ്ടുകളും വട്ടുകളും ആഴികളും ചക്രനാഭികളും എല്ലാം വാർപ്പുപണിയായിരുന്നു. ഓരോ പീഠത്തിൻ്റെ 4 കോണിലും 4 കാലുണ്ടായിരുന്നു. കാലുകൾ പീഠങ്ങളിൽ നിന്ന് തന്നെ ഉള്ളവയായിരുന്നു. ഓരോ പീഠത്തിൻ്റെയും തലയ്ക്കൽ 1/2 മുഴം ഉയരമുള്ള വളയവും ഓരോ പീഠത്തിൻ്റെയും മേലറ്റത്ത് അതിൻ്റെ താങ്ങുകളും അതിൻ്റെ വക്കുകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു. അതിൻ്റെ താങ്ങുകളുടെ തട്ടുകളിലും വക്കുകളിലും അതതിൽ ഇടം ഉണ്ടായിരുന്നതുപോലെ അവൻ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവയുടെ രൂപം ചുറ്റും തോരണപ്പണിയോടുകൂടെ കൊത്തി. ഇങ്ങനെ അവൻ പീഠം 10 തീർത്തു. അവയ്ക്ക് ഒക്കെയും വാർപ്പ് കണക്കും പരിമാണവും ഒരുപോലെ ആയിരുന്നു. അവൻ താമ്രം കൊണ്ട് 10 തൊട്ടിയും ഉണ്ടാക്കി. ഓരോ തൊട്ടിയിൽ 40 ബത്ത് വെള്ളം കൊള്ളും. ഓരോ തൊട്ടി 4 മുഴം. 10 പീഠത്തിൽ ഓരോന്നിന്മേൽ ഓരോ തൊട്ടി വെച്ചു. അവൻ 5 പീഠം ആലയത്തിൻ്റെ വലത്തുഭാഗത്തും 5 പീഠം ആലയത്തിൻ്റെ ഇടത്തുഭാഗത്തും വെച്ചു.
കടലോ അവൻ ആലയത്തിന്റെ വലതുഭാഗത്തു തെക്കുകിഴക്കായി വെച്ചു. പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി. അങ്ങനെ ഹീരാം യഹോവയുടെ ആലയം വകയെ ശലോമോൻ രാജാവിന് വേണ്ടി ചെയ്ത പണികളൊക്കെയും തീർത്തു. 2 സ്തംഭം, 2 സ്തംഭങ്ങളുടെയും തലയ്ക്കലുള്ള ഗോളാകാരമായ 2 പോതിക, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ 2 ഗോളം മൂടുവാൻ 2 വലപ്പണി, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള പോതികകളുടെ 2 ഗോളം മൂടുന്ന ഓരോ വലപ്പണികളിലും 2 നിര മാതളപ്പഴമായി 2 വലപ്പണിയിലും കൂടി 400 മാതളപ്പഴം, 10 പീഠം, പീഠങ്ങളിന്മേലുള്ള 10 തൊട്ടി, 1 കടൽ, കടലിന്റെ കീഴെയുള്ള 12 കാള, കലങ്ങൾ, ചട്ടുകങ്ങൾ, കലശങ്ങൾ എന്നിവ തന്നെ. യഹോവയുടെ ആലയം വക ശലോമോൻ രാജാവിന് വേണ്ടി ഹീരാം ഉണ്ടാക്കിയ ഈ ഉപകരണങ്ങളൊക്കെ മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു. യോർദാൻ സമഭൂമിയിൽ സുക്കോത്തിനും സാരദാനും മധ്യേ കളിമണ്ണുള്ള നിലത്തുവെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. ഉപകരണങ്ങൾ അനവധിയായിരുന്നതുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കിയില്ല. താമ്രത്തിന്റെ തൂക്കത്തിന് നിശ്ചയമില്ലായിരുന്നു. ശലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി. പൊൻപീഠം, കാഴ്ചയപ്പം വയ്ക്കുന്ന പൊന്മേശ, അന്തർമന്ദിരത്തിന്റെ മുമ്പിൽ വലത്തുഭാഗത്ത് 5ഉം ഇടത്തുഭാഗത്ത് 5ഉമായി പൊന്നുകൊണ്ടുള്ള വിളക്കുതണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണങ്ങൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അന്തരാലയത്തിന്റെ വാതിലുകളും മന്ദിരത്തിന്റെ ആലയത്തിന്റെ വാതിലുകളും പൊന്നുകൊണ്ടുള്ള കെട്ടുകൾ എന്നിവ തന്നെ. അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണി എല്ലാം തീർത്തു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം. പിന്നെ യഹോവയുടെ നിയമപെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രായേൽ മൂപ്പന്മാരെയും ഇസ്രായേൽ മക്കളുടെ പിതൃഭവനങ്ങളിലെ പ്രമുഖന്മാരായ സകല ഗോത്ര പ്രധാനികളെയും യെരൂശലേമിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടിവരുത്തി. ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും 7-ാം മാസമായ ഏഥാനീ മാസത്തിലെ ഉത്സവത്തിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി. ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരും അത്രേ അവയെ കൊണ്ടുവന്നത്. ശലോമോൻ രാജാവും അവൻ്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടകത്തിന് മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു. പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിൻ്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുവന്ന് വെച്ചു. കെരൂബുകൾ പെട്ടകത്തിൻ്റെ സ്ഥലത്തിനു മീതെ ചിറകു വിരിച്ചു പെട്ടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടി നിന്നു. തണ്ടുകൾ നീട്ടിയിരിക്കാൻ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിൻ്റെ മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും, എങ്കിലും പുറത്തുനിന്ന് കാണുകയില്ല. അവ ഇന്ന് വരെയും അവിടെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോറേബിൽ വെച്ച് അതിൽ വച്ചിരുന്ന 2 കൽപ്പലകകളല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷകൾ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവൻ നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദിന് തിരുവായ കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എൻ്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല. എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അരുളി ചെയ്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് എൻ്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട്, എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യമുണ്ടായല്ലോ, അങ്ങനെ താല്പര്യം ഉണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്ന് എൻ്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു.
അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തീകരിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എൻ്റെ അപ്പനായ ദാവീദിനു പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രയേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയവും പണിതിരിക്കുന്നു. യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അതിൽ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അനന്തരം ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രയേലിലെ സർവ്വസഭയുടെയും സമക്ഷത്തു നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയവും പാലിക്കുന്ന നിന്നെപ്പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായ കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു. ആകയാൽ ഇസ്രയേലിലെ ദൈവമായ യഹോവേ, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എൻ്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എൻ്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എൻ്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രയേലിന്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കണമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തുകൊള്ളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെയും നിന്റെ ജനമായ ഇസ്രയേലിലെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ. കേട്ടു ക്ഷമിക്കണമേ. ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ടു പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവൻ്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. നിന്റെ ജനമായ ഇസ്രയേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്കലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രയേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത് ദേശത്തേക്ക് അവരെ മടക്കി വരുത്തണമേ. അവർ നിന്നോട് പാപം ചെയ്യുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രയേലിനെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ വിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രയേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിയുകയും ഓരോരുത്തൻ താന്താൻ്റെ മനപീഡ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തൻ്റെ ഹൃദയത്തെ അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവനും നടപ്പ് പോലെയൊക്കെയും ചെയ്തരുളയണമേ. നീ മാത്രമല്ലോ സകല മനുഷ്യരുടെയും ഹൃദയത്തെ അറിയുന്നത്. അത്രയുമല്ല, നിന്റെ ജനമായ ഇസ്രയേലിലുള്ളവനല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്തു നിന്ന് വന്ന് നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കൈയെയും കുറിച്ചു കേൾക്കുമല്ലോ ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട്
ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രയേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പാനും നിന്റെ നാമത്തെ അറിവാനും തക്കവണ്ണം അന്യജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും നീ ചെയ്തു കൊടുക്കണമേ. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും നിന്റെ നാമത്തിൽ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ ഈ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ, നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്തു വെച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്തു വെച്ച് ഞങ്ങളുടെ പാപം അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് എന്നു പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കലേക്ക് തിരിഞ്ഞ് നീ അവരെ പിതാക്കന്മാരുടെ കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിങ്കിലേക്ക് ഞാൻ നിന്റെ നാമത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയിരിക്കുകയും അവരോട് കരുണ തോന്നത്തക്കവണ്ണം അവരോട് കരുണ ലഭിക്കുമാറാക്കുകയും ചെയ്യണമേ. അവർ മിസ്രയീം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്നുവല്ലോ. അവർ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നീ കേൾക്കേണ്ടതിന് അടിയന്റെ യാചനയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചനയും തൃക്കൺ പാർത്തരുളേണമേ. കർത്താവായ യഹോവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ. ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരിക്കുന്നതും വിട്ട് എഴുന്നേറ്റു. അവൻ നിന്നുകൊണ്ട് ഇസ്രായേൽ സഭയൊക്കെയും ഉച്ചത്തിൽ ആശീർവദിച്ചു പറഞ്ഞത് എന്തെന്നാൽ, താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവൻ്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നതുപോലെ നമ്മോട് കൂടെയും ഇരിക്കുമാറാകട്ടെ. അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ. നാം അവൻ്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച് അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചു നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായുമാറാക്കട്ടെ. യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തൻ്റെ ദാസനും തൻ്റെ ജനമായ ഇസ്രായേലിനും അന്നന്ന് ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഇരിക്കുമാറാകട്ടെ. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ യഹോവയ്ക്ക് 20,000 കാളയെയും 120,000 ആടിനെയും സമാധാന യാഗമായിട്ട് അർപ്പിച്ച് ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. യഹോവയുടെ സന്നിധിയിലുണ്ടായിരുന്ന താമ്രയാഗപീഠം, ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗങ്ങളുടെ മേധസ് എന്നിവ കൊള്ളുന്നതിന് പോരാതിരുന്നതുകൊണ്ട് രാജാവ് അന്ന് യഹോവയുടെ ആലയത്തിന് മുമ്പിലുള്ള പ്രാകാരത്തിന് മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗവും ഭോജനയാഗവും സമാധാനയാഗങ്ങളോട് മേധസ്സും അർപ്പിച്ചു. ശലോമോനും അവനോടുകൂടെ ഹമാത്തിന്റെ അതിർ മുതൽ മിസ്രയീം തോട് വരെയുള്ള എല്ലാ ഇസ്രായേലും വലിയൊരു സഭയായി ആ സമയത്ത് തങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസവും പിന്നെ 7 ദിവസവും ഇങ്ങനെ 14 ദിവസം ഉത്സവം ആചരിച്ചു. 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തന്റെ ദാസനായ ദാവീദിനും
തൻ്റെ ജനമായ ഇസ്രായേലിലും ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി.